നമസ്കാരം. അങ്ങനെ ഈ മൺസൂൺ കാലത്തും കട്ട ചൂടിലും ഇരുട്ടിലും വെന്തുരുകുന്ന കേരള ജനതയ്ക്ക് മുന്നിലേക്ക് ലൈറ്റും ഫാനും ഓഫ് ചെയ്ത് ടോർച്ചും തെളിച്ച് നമ്മുടെ രാഷ്ട്രീയ കുലപതികൾ വീണ്ടും അവതരിച്ചിരിക്കുന്നു. പണ്ടാരോ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പവർ ഇല്ല, പക്ഷേ പവർ കട്ടുണ്ട്. പകൽ സമയത്ത് ആകാശത്തിരുന്ന് സൂര്യൻ ജനങ്ങളെ ശരിക്കും അങ്ങോട്ട് ഉഷാറാക്കുമ്പോൾ രാത്രികാലങ്ങളിൽ കറന്റ് കട്ട് ചെയ്ത് ജനങ്ങളെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അങ്ങോട്ട് ഇടങ്ങേറാക്കുകയാണെന്നാണ് ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPM നേതാവുമായ വി ശിവൻകുട്ടിയുടെ പുതിയ ഫേസ്ബുക്ക് ട്രോൾ. വിസ്മയത്തിന്റെ അതിതീവ്ര നാളുകൾ എന്ന ലേബലിൽ UDF സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ശിവൻകുട്ടി ഷടപടയെന്ന് ചിരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. അല്ല ശിവൻകുട്ടി സാർ, പണ്ട് നിങ്ങളൊക്കെ ഭരിച്ചിരുന്നപ്പോൾ ഇവിടെ ജനങ്ങൾ AC-യുടെ തണുപ്പിലങ്ങ് പുതച്ചുറങ്ങുകയായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ജനങ്ങളുടെ തലയിൽ ഇരുട്ടടിയടിക്കുന്ന ഈ ഒരു വിചിത്രമായ അവസ്ഥാവിശേഷം കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന് അധിക നാളാകുന്നതിന് മുൻപ് തന്നെ ദാ വന്നിരിക്കുന്നു സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി 2 മണിക്കൂർ വരെയുള്ള വൈദ്യുതി നിയന്ത്രണം. ഈ പവർ കട്ട് എത്ര നാൾ തുടരുമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി തരാൻ ഈ ഇരിക്കുന്ന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിനോ KCBക്ക് പോലും ആകില്ല എന്നതാണ് ഏറ്റവും വലിയ കോമഡി. കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി വിഹിതം കുറഞ്ഞു. മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ബാർട്ടർ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി ഈ സമയത്ത് തിരിച്ചു നൽകേണ്ട വലിയ ബാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ദീർഘമായി ന്യായീകരിക്കാൻ മന്ത്രി കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, അത് സമ്മതിച്ചു. ഇവിടെ നാട്ടിൽ പവർ ഗ്രിഡ് സംവിധാനവും KCBയും നാദനില്ലാ കളരിയായി കിടന്നുറങ്ങുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ വീഴ്ചകൾ. പ്രതിസന്ധി കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ പൂച്ചയെ കണ്ട എലിയെപ്പോലെ പെട്ടെന്നൊരു ദിവസം ഒളിച്ചോടി പിന്നീട് ന്യായീകരണങ്ങളുമായി വരുന്നത് ഇവരുടെയൊക്കെ ഒരു സ്ഥിരം കലാപരിപാടിയായി മാറിയിരിക്കുന്നു. ഇങ്ങനെയൊരു ഭരണകൂടം ഉള്ളപ്പോൾ ജനങ്ങൾക്ക് വേറെ പണി നോക്കി പോകാം എന്നല്ലാതെ എന്തു പറയാനാണ്? ഇതിനിടയിലാണ് പണ്ട് ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്ത് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് പവർ കട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് AK ബാലൻ വലിയ വായിൽ പ്രസ്താവന ഇറക്കിയത്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ബോക്സ് ഓഫീസിൽ പൊട്ടിയ പടം പോലെ മുൻഭരണം തകർന്നടിഞ്ഞിട്ടും സ്വന്തം കാലത്തെ വീഴ്ചകൾ മറയ്ക്കാൻ ഇത്രയും കാലം ആലോചിച്ചിട്ടാണോ ഈ ബുദ്ധിരാക്ഷസന്മാർ ഇത്തരം ന്യായീകരണങ്ങൾ കണ്ടെത്തിയത്? നിയമസഭയിൽ റൂൾ 300 അനുസരിച്ച് സണ്ണി ജോസഫ് രേഖകൾ നിരത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ഈ വാദങ്ങളെ തകർത്തത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് LDF ഭരണത്തിന്റെ അവസാന നാളുകളിൽ തന്നെ ഈ നാട്ടിൽ വൈദ്യുതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. മെയ് 10, 11 തീയതികളിലും ഇവിടെ കറന്റ് പോയിരുന്നു എന്ന് സഭയിൽ അക്കമിട്ട് നിരത്തിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അത് കേട്ടിരുന്നിട്ടും ഒരക്ഷരം മറുപടി പറഞ്ഞില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഞങ്ങൾ ഭരിക്കുമ്പോൾ കറന്റ് പോയാൽ അത് സാങ്കേതിക തകരാർ, നിങ്ങൾ ഭരിക്കുമ്പോൾ കറന്റ് പോയാൽ അത് ഭരണപരാജയം എന്ന ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം വീട്ടിലെ തല്ല് തീർക്കാൻ കഴിയാത്തവരാണ് നാട് ഭരിക്കാൻ കോപ്പ് കൂട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ 2 മുന്നണികളുടെയും അവസ്ഥ. ഒരു വശത്ത് സ്വന്തം കാലത്തെ പരാജയങ്ങളൊക്കെ മറച്ചുവെച്ച് വിപ്ലവകാരികളാകാൻ നോക്കുന്ന പ്രതിപക്ഷം, മറുവശത്ത് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ ആഡംബര വിളക്കുകളൊക്കെ ഒഴിവാക്കണം, ഫാനും ലൈറ്റും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് ഉപദേശിക്കുന്ന ഭരണപക്ഷം. ഇത് കേവലം സാധാരണ ഒരു ചൂടുകാലമല്ല. മൺസൂൺ കാലത്തും അനുഭവപ്പെടുന്ന അതിതീവ്ര ചൂടിനിടയിൽ ജനങ്ങൾ രാത്രികാലങ്ങളിൽ വൈദ്യുതിയില്ലാതെ വിയർത്തുരുകുമ്പോൾ ഇത് കേൾക്കുന്ന പാവം അണികൾക്കും ജനങ്ങൾക്കും ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയാണ്. ജനങ്ങൾ നികുതിയും കറന്റ് ബില്ലും കൃത്യമായി അടയ്ക്കുന്നത് ഇരുട്ടത്ത് വിയർത്ത് കുളിച്ചിരുന്ന് ഇത്തരം ഉപദേശങ്ങൾ കേൾക്കാനല്ല. KCBയുടെ ദീർഘകാല ആസൂത്രണങ്ങളുടെ പരാജയവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് വൈദ്യുതി എത്തിക്കാനുള്ള കരാറുകൾ ഉണ്ടാക്കാത്തതുമാണ് യഥാർത്ഥ പ്രതിസന്ധി. ഇപ്പോൾ പ്രതിസന്ധി തലയിൽ വന്നപ്പോൾ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 200 മെഗാവാട്ട് വാങ്ങാൻ അനുമതി വാങ്ങിയിട്ടുണ്ട്. ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കാൻ നിയമസാധ്യത നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് വെറും കടലാസ് പുലിയുടെ അലർച്ച മാത്രമാണ്. ഇത്രയും കാലം ഇവരൊക്കെ ഉറങ്ങുകയായിരുന്നോ അതോ ഭരണത്തിന്റെ ആഘാതത്തിൽ കോമയിലായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾ എരിപിരി കൊള്ളുന്ന വിഷയങ്ങളിൽ ഒരു ചെറു വിരൽ പോലും അനക്കാതെ സുരക്ഷിതമായ AC മുറികളിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ വലിയ വിപ്ലവം നയിക്കാൻ ശിവൻകുട്ടി കാണിക്കുന്ന ഈ ആത്മാർത്ഥതയുണ്ടല്ലോ, അതിന് സമ്മതിക്കണം. ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി നൽകാൻ കഴിയുന്നില്ല എന്നത് നമ്മുടെ വികസന മോഡലുകളുടെ കനത്ത പരാജയമാണ്. അധികാരം കയ്യിലിരിക്കുമ്പോൾ ദീർഘവീക്ഷണമില്ലാതെ പദ്ധതികൾ തകർക്കുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ചമയുകയും ചെയ്യുന്ന ഈ പരിപാടി 2 കൂട്ടരും പണ്ട് ശീലമാക്കിയതാണ്. വോട്ടെണ്ണി കഴിഞ്ഞ് കസേരകൾ മാറുമ്പോൾ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല.
ഇരുട്ടിലിരിക്കുന്ന ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാതെ പരസ്പരമുള്ള തമ്മിലടിയും പഴയ കണക്കുകൾ പുസ്തകം തുറന്ന് വായിച്ചും സമയം കളയുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ ശരിക്കും ബലിയാടാവുന്നത് സാധാരണക്കാരാണ്. പ്രതിപക്ഷത്തിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടലും ജനങ്ങളെ ഒപ്പം നിർത്തി പൊരുതലുമാണ്. എന്നാൽ അതിനു പകരം ഫേസ്ബുക്കിൽ ഏതാനും ചില ട്രോളുകൾ പങ്കുവച്ച ജനങ്ങൾ വോട്ട് തരുമെന്ന് കരുതുന്ന സ്വപ്ന ലോകത്താണ് പ്രതിപക്ഷ നേതാക്കളുടെ സഞ്ചാരം. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ വെറും കപടമായ സ്നേഹപ്രകടനങ്ങളും വഴിപാടായ പ്രസ്താവനകളും കൊണ്ട് ജനങ്ങളെ പറ്റിക്കാമെന്ന് വ്യാമോഹിക്കുന്നത് തീർത്തും ബാലിശമാണ്. അധികാര തർക്കങ്ങളും പരസ്പരമുള്ള പഴിചാരലുകളും മാത്രം കൈമുതലായുള്ള ഈ രണ്ട് കൂട്ടരെയും ജനങ്ങൾ തികഞ്ഞ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും മാത്രമേ കാണുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരു സാധാരണക്കാരൻ പോലും അത്യധ്വാനം ചെയ്ത് നികുതി അടയ്ക്കുമ്പോൾ ആ വിയർപ്പിന്റെ ഫലം മുഴുവൻ ഇരുട്ടടി നൽകി ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥിതിയെ ഏത് വിധത്തിലാണ് ന്യായീകരിക്കാൻ സാധിക്കുക? ഓരോ സാധാരണക്കാരനും ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് അപഹാസ്യമായി തുടരുന്നത്. വലിയ അവകാശവാദങ്ങളുമായി വന്ന് ഒടുവിൽ പ്രതിസന്ധി വരുമ്പോൾ കൈമലർത്തുന്ന ഈ കാഴ്ച കണ്ടുമടുത്ത നാട്ടുകാർക്ക് നിങ്ങളുടെ ഈ പോസ്റ്റുകളും പുതിയ പത്രസമ്മേളനങ്ങളും വെറും ഒരു കോമഡി സർക്കസ് മാത്രമാണ്. ഭരണ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നതും മുൻഗണനകൾ എപ്പോഴും ജനങ്ങളിൽ നിന്നോ സംഘടനയിൽ നിന്നോ വളരെ അകലെയായി വെക്കുന്നതും ഇരു മുന്നണികളുടെയും സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വേഗത കൂട്ടുകയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ എല്ലാം ശുഭകരമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നേതാക്കളുടെ ആത്മവിശ്വാസം ശരിക്കും അസൂയപ്പെടുത്തുന്നതാണ്. ഇനിയെങ്കിലും ഈ നാടകങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഗൗരവമുള്ള രാഷ്ട്രീയം കളിക്കാൻ ഇവർ തയ്യാറാകുമോ, അതോ അടുത്ത പ്രതിസന്ധിക്ക് ശേഷം വീണ്ടും പഴയതുപോലെ വല്ല ന്യായീകരണ മാളത്തിലും പോയി ഒളിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നേതൃത്വങ്ങൾക്ക് പോലും കഴിയില്ല. വൈദ്യുതി പ്രതിസന്ധിയുടെയും രാഷ്ട്രീയ ഒളിച്ചുകളിയുടെയും അവസാന വാക്കായി മാറിയ ഇവരുടെ ഇത്തരം പുതിയ വിനോദ നാടകങ്ങൾ വരും ദിവസങ്ങളിൽ കേരളീയ രാഷ്ട്രീയ ഗോതയിൽ നമ്മുടെ സാധാരണക്കാരായ വോട്ടർമാർക്കും ജനങ്ങൾക്കും കൂടുതൽ ചിരിയും വലിയ വിനോദവും തമാശയും സമ്മാനിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒട്ടും തന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. വരും ദിവസങ്ങളിൽ ഈ പവർ കട്ട് ഇനിയും നീളുകയാണെങ്കിൽ ജനങ്ങൾ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.